ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി കസിൻസ് എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. എവിടേക്കാണെന്നറിയോ? നെല്ലിയാമ്പതിയിലോട്ട്. ഒരു ട്രിപ്പ് കാടിന്റെ നടുക്കാണ് സ്റ്റേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങ് വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിരിക്കുന്നത്, ജസ്റ്റ് ഫോർ 2 days. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. കാടിന് നടുക്കൊക്കെയാണ്, അഡ്വഞ്ചർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേക്കാം. അതെ 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 ഗിഫ്റ്റ് എവിടെ? കേക്കൊക്കെ കിട്ടിയില്ലേ? എടി അത് ഞാൻ തന്ന കേക്കാണ്, മനസ്സിലായോ? യെസ് ഗൈസ്, ടുഡേ ഈസ് മൈ ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്തെടുത്തു. ഗൈസ്, അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാം ഗാർഡൻ കാണാൻ വന്നേക്കാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ തൊപ്പി വെച്ചില്ല, നാണാണ് എനിക്ക്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. എല്ലാരും കോട എടുത്തിട്ടുണ്ട്. മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു? ചെന്നൈ എക്സ്പ്രസ്സില് ഷാരൂഖ് ഖാൻ ദീപികാൻ എടുത്ത പോലെ നൈസ് പെന്നെ എടുക്കുന്നതാണ് പരിപാടി. എടുക്കോ പ്ലീസ്? ഞാൻ ക്ഷീണിച്ചോ? ഭയങ്കരമായിട്ട്. ദ വ്യൂ ഈസ് കിടിലൻ. നോക്കൂ ഗൈസ്, പൂപ്പായ വെള്ളത്തിൽ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും താഴോട്ട് പോയി. ആട്ട് കേൾക്കുമെന്ന് അറിയില്ല. ഞങ്ങളുടെ ഫോട്ടോ പിടിച്ചവിടെ നിന്നു. ഞങ്ങളെ കൂട്ടാനിതാ ഞങ്ങളുടെ ആൺ തുണ വന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെ, സ്കൂളിൽ പോണ കുട്ടിയാ ഞാനിപ്പോഴും സ്കൂളിലാ. ഇനി കുറച്ചു നേരം നമുക്ക് ജിമ്മാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, അലിൻ ജോസ് പെരേര വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വർക്കൗട്ടാണ്. ബുദ്ധിയില്ലാത്തവരൊക്കെ ചേർന്ന് എക്സോ എക്സ് കളിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ബുദ്ധിയില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ബുദ്ധിയില്ലാത്ത പിള്ളേരാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ആരെ എക്സ് ആരോ എന്ന് പോലും അറിയില്ല. എന്താണിത്? വിവരമുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടാ? തള്ളകളായില്ലേ? നിന്റെ വെയിറ്റ് നിനക്ക് പൊക്കാൻ പറ്റണം. തിരിച്ചു വെക്കണം, തിരിച്ചെടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാ റൈഡിലും, കുട്ടികൾ എഴുതിയ എല്ലാ റൈഡിലും നമ്മൾ കേറി ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ എനിക്ക് കുഞ്ഞുണ്ണിച്ചാന്റെ കയ്യിൽ നിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് 100 രൂപ കിട്ടിയായിരുന്നു. അതിപ്പോ തന്നെ പോക്കറ്റിൽ പോയതാണ്. നമ്മൾ അടുത്തതിലോട്ട് പോകാൻ പോകണം. അപ്പൊ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഓക്കെ, സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ് ഗൈസ് നമ്മളിപ്പോൾ. നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റാണ്. നേരത്തെ വ്യൂ പോയിന്റ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. എടുത്തും തോന്നണോ? അപ്പോൾ അറിയില്ല ഗൈസ്. ആണല്ലേ, മതിയായി ഗൈസ്. ഉറക്കത് ക്ഷീണത്തിലാണ് ഞാനിപ്പോൾ.
അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ യാത്ര നെക്സ്റ്റ് ലെവലിലോട്ട് കടക്കാൻ പോവാണ്. നമ്മള് റിസോർട്ടിലോട്ട് പോവാൻ പോവാണ്. പക്ഷെ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിന്റെ വെറൈറ്റി എന്താന്ന് വെച്ചാൽ നമ്മൾ ജീപ്പിലാണ്, അവിടുന്ന് നമ്മുടെ വണ്ടി പോവില്ല. അപ്പൊ നമ്മുടെ ജീപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിലിത്തിരി വെറൈറ്റി ആയിട്ട് നമ്മൾ ജീപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ തീയായിട്ട് നിന്ന് പോകാനാണ് ഇപ്പൊ ഞങ്ങളുടെ പ്ലാൻ. ഇതിൽ നിന്ന് ഉണ്ടാവോ അതോ പറന്നു പോകാൻ നമുക്ക് വഴിയെ അറിയാം. നമ്മൾ പോകുമ്പോ ഇപ്പൊ തന്നെ കാട്ടുപന്നീനെ കണ്ടു ഗൈസ്. ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. നമ്മളിപ്പോ കാട്ടി കൂടെ കേറി തുടങ്ങി. സത്യം 1 മണിക്കൂർ ഇങ്ങനെ നിൽക്കുന്നാണ് പറഞ്ഞത്. പറമ്പേക്കാണ് നമ്മൾ കേറിയത്. പറമ്പ് വഴി ഒരു ചോപ്പ് മരം ചന്ദന ഇങ്ങനെയാണ് ഉണ്ടാവുക. അതെന്തോ സാധനം പേര് പിടിക്കാൻ വെക്കല് നമ്മൾ മെയിൻ എൻട്രി ആവട്ടെ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം, ഗേൾസ് റൂം. രാത്രി സാധനം ഓൺ ചെയ്യുന്നു. 12 വോൾട്ട് വ്ലോഗ് എടുക്കാൻ അറിയാണ്ടൊന്നും വന്ന് പിടിക്കണ്ട. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും. വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ ഇനി പഴയ ടീം വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ തോറ്റു, തുപ്പിട്ടു, ഞങ്ങൾ ജയിച്ചു. എടാ ഞാനായിരുന്നു മെയിൻ. എന്താണ് സ്പൈഡർ? എവിടെ കാല് മുളച്ചത്? എവിടെ? ഗൈസ്, ഈ ബുദ്ധിയില്ലാത്ത ഇവർ ഫുൾ പറയുന്നു മാക്രി കുഞ്ഞിനെ കണ്ടിട്ട് അത് ബ്രാലും കുഞ്ഞാണ്, മീൻ കുഞ്ഞാണ്. ഇപ്പൊ ബുദ്ധിയുള്ള ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്റെ മമ്മിക്കൊന്നും വിശ്വാസം വരുന്നില്ല. എന്ത് സൊസൈറ്റി ആണല്ലേ. ഫൂൾസ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. എന്റെ പൊന്നു പാടി എന്റെ ചേട്ടന് നേരിട്ട് ഇടിക്കുന്നത്. എല്ലാവർക്കും മിഠായി ഉണ്ട് കേട്ടോ. താങ്ക് യു. മതിരാശി മല്ലിപ്പൂ മണമുള്ള മലയാളി ചെടിയുള്ള മണവാട്ടിയെ വാശി യശാദൻ കണ്ണേറിൽ പുട്ടാനി മനമാകെ പരവേശമേ. ഹലോ ഗൈസ്, അങ്ങനെ നേരം വെളുത്തു. പല്ലൊക്കെ തേച്ച് നമ്മൾ ചായ കുടിക്കാൻ കട്ടലാണ്. നമ്മളിനി എല്ലാവരും റെഡി ആയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. 8:30-ക്കാണ് നമ്മുടെ ട്രക്കിങ്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും
റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഡേ 2 ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് വീണ്ടും നമ്മളിതാ അതൊക്കെ മടിയായി എനിക്ക്. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ഡിക്കിയിൽ നിന്നാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ 3 മാത്രമേ ഉള്ളൂ. ത്രില്ലിങ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ 3 മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷെ കാടിന് നടുക്കായിരുന്നു സ്റ്റേ എങ്കിലും നമ്മളാരും കണ്ടില്ല ഗൈസ്. ഗർഭിണിയാനൊക്കെ വരുന്നു പറഞ്ഞതാ, പക്ഷെ ടീം വന്നില്ല, ചോദ്യം വന്നില്ല. അതെ, പ്രൊസീസ് കിടക്കുന്നുണ്ടായതുകൊണ്ട് ആരും വന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു. നമ്മൾ ജീപ്പിൽ യാത്ര തുടങ്ങുകയാണ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? എങ്ങോട്ടാ? ജീപ്പില് ട്രക്കിങ്ങിന്. യെസ്, നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. നമ്മുടെ വണ്ടിയില് ഇത്ര ആൾക്കാരുണ്ട്. വെറുതെ ട്രക്ക് ജീപ്പിലോട്ട്. പാവം ഫസ്റ്റ് പോയതിന്റെ വിഷമത്തിലാണ് ഗൈസ് ഇവിടെ ഒരാള്. നമുക്ക് അടുത്ത ട്രിപ്പിൽ ഫസ്റ്റ് അടിക്കാം. ടാറ്റു എടുക്ക. കുഞ്ഞ് നമുക്ക് ഫസ്റ്റ് അടിക്കാട്ടാ ഗൈസ്. അങ്ങനെ നമ്മൾ വലിയൊരു ട്രക്കിംഗ് കഴിഞ്ഞ് മിന്നാമ്പാറ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ജീപ്പ് യാത്ര? ഫ്രണ്ടിലിരുന്നോണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ബാക്കിലിരുന്നോണ്ടേ അല്ലക്കുണ്ടല്ലോ ഒറ്റ പോയി ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു ഗൈസ്. അത് അതുകൊണ്ടല്ല, അതെനിക്ക് തലവേദന എടുക്കും. നിന്റെ വേദന എനിക്കൊരു വിഷയമാണോ? എന്തൊരു കഷ്ടത്. വാട്ട് സൊസൈറ്റീസ്. ഗൈസ്, ഇപ്പം നമ്മൾ മാട്ടുമല വ്യൂ പോയിന്റിലാണ്. ഈ മല കണ്ടോ, ഇതിലൂടെ ഒരു വഴി കാണുന്നുണ്ടോ നിങ്ങൾ? ഈ വഴിയിലൂടെയായിരുന്നു സിനിമ ഷൂട്ട് ചെയ്തത്. ചേസിങ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയായിരുന്നു. അതൊക്കെ ചേട്ടൻ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ കാണിച്ചു കൊടുത്തു ഞാനത്. കുളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതികൂടെ പോയാണ് പറമ്പിക്കുളത്ത്. ആ വഴി കൂടെ കണ്ട, ഈ വഴി കണ്ട നിങ്ങൾ? ആ വഴി കൂടെ പോയാലാണ് പറമ്പിക്കുളം എത്തുക. അതായിരുന്നു ആ ബ്രഹ്മരത്തിലെ സീൻ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് 2 മാത്രം ട്രക്കിങ്ങിലുള്ളതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ സ്ഥലത്തിന് പേരുന്ന കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. നെൽപ്പാടം കാണാൻ വേണ്ടിട്ട്. താമരയാടി നെൽപ്പാടാണ്. നട്ടപ്പുറ വെയിലാണ് ഗൈസ് ഇവിടെ. എന്തൊരു കഷ്ടം നോക്കണേ. എല്ലാരും കോടയൊക്കെ എടുത്തുണ്ട്. ഞാൻ കോട എടുക്കാൻ മടി ഉണ്ടാവുന്ന അറിയത്തില്ല. കാട്ടിത്തരാം ഗൈസ് പാടം. കഷ്ടപ്പെട്ട് നമ്മൾ കാടിൻ്റെ നടുക്ക് പോയി സ്റ്റേ എടുത്തിട്ട് നമ്മൾ ഒന്നും കണ്ടില്ല. അതിന് കാണാൻ വേണ്ടി ട്രക്കിങ്ങിന് പോയിട്ടൊന്നും കണ്ടില്ല. ആ കണ്ടത് 4-5 കാട്ടുപന്നീനെയാണ്. പക്ഷേ ഇവിടെ കൊല്ലങ്കോട് വന്നിട്ട് നമ്മളിതാ ആനയെ കണ്ടിരിക്കുന്നു. പക്ഷേ പ്രതിമയാണെന്ന് മാത്രം. തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ ചായ കുടിക്കുകയാണ്.